മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂലിയെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൂലി ഒരു മിക്സഡ് റിപ്പോർട്ടാണ് ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഡേ ആണെങ്കിൽ വന്നിരുന്നത്. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് കാണുന്ന ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ നല്ല സിനിമയാണ്, ഇത്രത്തോളം എന്തിനാണ് ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നത് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇപ്പം തിയേറ്ററിൽ ഓടുന്നുണ്ട്. എങ്കിലും നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു ചിത്രം എന്ന് വെച്ച് നോക്കുമ്പോൾ കൂലി ഓക്കെയാണ്, രജനീകാന്ത് സിനിമ. പക്ഷേ ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമയെന്ന് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ എടുത്ത സിനിമകളിലാണെങ്കിൽ അത്ര പോരാത്തൊരു സിനിമ തന്നെയാണ് കൂലി എന്ന് പറയുന്ന സിനിമ. കാരണം അദ്ദേഹം എടുത്ത മാനഗരമാണെങ്കിലും കൈദി ആണെങ്കിലും വിക്രം ആണെങ്കിലും ലിയോ ആണെങ്കിലും ഒക്കെ ഇങ്ങോട്ടുള്ള പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അതിനൊത്ത ഒരു സംഭവം ഉയർന്നിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് പിന്നുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈദി 2 ആണ്. കൈദി 2 ഉറപ്പായിട്ടും ലോകേഷൻ ഇപ്പം മനസ്സിലായി കാണും. ഇപ്പം കൂലി എടുത്തതിൻ്റെ ഒരു ഇതിൽ മനസ്സിലായി കാണും. ഇപ്പം മിക്സഡ് റിവ്യൂ ഒക്കെ വന്നപ്പം പുള്ളി ഉറപ്പായിട്ട് കൈദി 2 വേറൊരു ലെവലിൽ തന്നെ പുള്ളി ചെയ്തു വെക്കും എന്നുള്ള കാര്യത്തിന്, പ്രത്യേകിച്ച് കൈദി പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ ആ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുമ്പോൾ ഈ സിനിമയിൽ ഇതുവരെ ഉണ്ടായിരുന്ന LCU സിനിമകളിലെ കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുമെന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. റോളക്സ്, ലിയോ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ലിയോയുടെ കാര്യം, നമ്മുടെ വിജയൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ പുള്ളി സിനിമയിൽ അഭിനയിക്കുമോ അല്ലെങ്കിൽ പുള്ളിയുടെ വോയിസ് ഓവർ ആയിരിക്കുമോ. അഭിനയിച്ചില്ലെങ്കിലും പുള്ളിയുടെ വോയിസ് ഓവർ തന്നെ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ മതി. നമ്മുടെ തിയേറ്ററിൻ്റെ കാര്യം തന്നെ പറയണ്ട. നമ്മൾ വിക്രം കണ്ടപ്പം തന്നെ മനസ്സിലായതാണ്. ദില്ലിയുടെ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. പക്ഷേ ആ ഒരു തിയേറ്ററിൽ കിട്ടിയൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സ്ക്രീനിൽ വന്ന് നിന്ന് 5-6 വരെ ഇടിച്ചിട്ടൊരു ഇമ്പാക്റ്റാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ ആയാലും മതി. എന്തായാലും റോളക്സ് ഈ ഒരു സിനിമയിൽ കാണുമെന്നുള്ളത് 100% ഉറപ്പാണ്. റോളക്സിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ക്രീൻ സ്പേസ് ഈ ഒരു പടത്തിൽ കാണും. എങ്കിലും ഈ ഒരു പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകേഷിനെ കളിയാക്കിയവർക്കുള്ളൊരു മറുപടി തന്നെ ആയിരിക്കും. കാരണം നമുക്കൊരു ഡയറക്ടറിനെ ഒരു സിനിമ കൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തു വെച്ച സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു സിനിമ കുറച്ചൊന്ന് താന്നുമെന്നും പറഞ്ഞ് ഇനി വരുന്ന സിനിമകളെല്ലാം അങ്ങനെ ആയിരിക്കുമെന്നും പറഞ്ഞ് പറയേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും കൈദി 2 അതിനുള്ള മറുപടി ആയിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.